Good morning. Welcome to the fifth module of Electrodynamics 2 Network Theorems. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലെ വ്യത്യസ്ത എലമെൻറ്റുകളിലൂടെ വ്യത്യസ്ത എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് പോലുള്ള വ്യത്യസ്ത എലമെൻറ്റുകളിലൂടെ കടന്നു പോകുന്ന കറണ്ട് അല്ലെങ്കിൽ ദ ഡ്രോപ്പ് അക്രോസ് വേരിയസ് എലമെൻറ്റ്സ് ഇവ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിയറംസ് ആണ് നമ്മൾ നെറ്റ്വർക്ക് തിയറംസിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് തിയറംസ് ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്സ്, മീൻസ് സിമ്പിൾ സർക്യൂട്ടുകളാകുന്ന സമയത്ത് the original network is kept without any change and the various currents and voltages are solved using the Kirchhoff's laws, superposition principles, etc. സിമ്പിൾ സർക്യൂട്ടുകൾക്ക് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. സിമ്പിൾ സർക്യൂട്ടിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തതുപോലെ സർക്യൂട്ടിൽ മാറ്റം ഒന്നും ഇല്ലാതെ തന്നെ, സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്യാതെ തന്നെ ജസ്റ്റ് കിർച്ചോഫ് ലോ ഉപയോഗിച്ചുകൊണ്ട്, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചുകൊണ്ട്, കിർച്ചോഫ് കറണ്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നമുക്ക് എവിടെയുള്ള കറണ്ടാണ്, ഏത് എലമെൻറ്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണോ അല്ലെങ്കിൽ ഏത് എലമെൻറ്റിൻ്റെ അക്രോസ് വരുന്ന ഡ്രോപ്പാണോ അത് സോൾവ് ചെയ്യുന്നതാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കിർച്ചോഫ്സ് ലോ ഉപയോഗിക്കുന്നു, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നു, ഇതുപോലുള്ള ലോസ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് റിഡക്ഷൻ മെത്തേഡ്സ്. ഇത് നമുക്ക് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനും അതുപോലെ തന്നെ സിമ്പിൾ നെറ്റ്വർക്ക്സിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടുകൾക്കാണ്, നെറ്റ്വർക്കുകൾക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് റിഡക്ഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് the original network is reduced to equivalent simple form and the currents and voltages are then solved. For example, Thevenin's theorem. Thevenin's theorem നമ്മൾ കഴിഞ്ഞ വർഷം പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിനെയും സിമ്പിളായിട്ടുള്ള തെവനിൻസ് ഇക്വാലൻസ് സർക്യൂട്ടായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ റിക്വയർഡ് എലമെൻറ്റിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, അതേപോലെ അതിൻ്റെ ക്രോസിൽ വരുന്ന വോൾട്ടേജ് ഇവ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ തന്നെയായിരുന്നു നോർട്ടൺസ് തിയറം. ഇതുപോലുള്ള നെറ്റ്വർക്ക് റിഡക്ഷൻ മെത്തേഡ്സ്, അതേപോലെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള കിർച്ചോഫ് ലോ പോലുള്ള ഡയറക്റ്റ് മെത്തേഡ്സ്, ഇത് രണ്ടുമാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സിൻ്റെ രണ്ട് ലോ ഉണ്ട് നമുക്കറിയാം, കിർച്ചോഫ്സ് കറണ്ട് ലോ ആൻഡ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അല്ലേ? വാട്ട് ഈസ് കിർച്ചോഫ്സ് കറണ്ട് ലോ? ഫോർ എനി നെറ്റ്വർക്ക് the algebraic sum of currents meeting at a point is 0, means total current leaving a junction is equal to the current entering the junction, അല്ലേ? അതിനെ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ summation of I is equal to 0, summation of I at this junction point is equal to 0. Current conventionally നമ്മൾ current incoming is taken as positive and current outgoing is taken as negative, അല്ലേ? നമ്മുടെ ഈ ഫിഗർ നോക്കൂ, I1 and I2 are incoming and I3, I4 and I5 are outcoming. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ, summation of I എന്ന് പറയുമ്പോൾ I1 plus I2 minus I3 minus I4 minus I5 is equal to 0. Okay, this is the Kirchhoff's current law. Next one is the Kirchhoff's voltage law. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. What is the statement of Kirchhoff's voltage law? For a network, the algebraic sum of the products of currents and resistances
in each of the conductors in any closed path plus the algebraic sum of the EMFs in that path is 0. Means equation formula ഇങ്ങനെ എഴുതാല്ലേ, സം ഓഫ് ഐ ഇൻറ്റു ആർ, സം ഓഫ് ഐ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ ഓരോ എലമെൻ്റ് ക്രോസിൽ വരുന്ന I1 R1 പ്ലസ് I2 R2 പ്ലസ് അല്ലേ, പ്ലസ് സമ്മേഷൻ ഓഫ് EMFs മീൻസ് E1 പ്ലസ് E2 പ്ലസ് വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ഇത് ആൽജബ്രിക് സം ആണ്. ഇതിൻ്റെ വെക്ടോറിയൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെയൊക്കെയാണ് ഡയറക്ഷൻസ് നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം EMFകളുടെ ഡയറക്ഷൻ എങ്ങനെ നോക്കുന്നു എന്ന് നോക്കാം. സോ നോക്കൂ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ മീൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയറക്ഷൻ ഈ രീതിയിലാണെങ്കിൽ, നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക് പോകുന്ന രീതിയിലാണെങ്കിൽ, ഓക്കെ. സോ നോക്കൂ, നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക് പോകുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ EMFനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് EMF ആയിട്ടാണെങ്കിൽ മൈനസ് E ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷനും വരുന്നത്, വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഡയറക്ഷനും വരുന്നത്, IR ഡ്രോപ്പിൻ്റെ ഡയറക്ഷനും വരുന്നത്. ഈ കേസിൽ നോക്കൂ, നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ നമ്മുടെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ ഇത് നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. കാരണം എന്താണെന്ന് നോക്കൂ, കറണ്ട് ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ മീൻസ് ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കറണ്ട് കാണിച്ചിട്ടുള്ളത് അല്ലേ. സോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണല്ലോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവും റൈറ്റ് സൈഡിൽ നെഗറ്റീവും ആയിരിക്കണം. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എങ്കിൽ ദി ഡ്രോപ്പ് വിൽ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ എങ്കിൽ ദ ഡ്രോപ്പ് വിൽ ബി പോസിറ്റീവ്. കാരണം എന്തായിരിക്കുന്നു നോക്കൂ, കറണ്ട് നോക്കൂ ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അല്ലേ. മീൻസ് ഇവിടുത്തെ വോൾട്ടേജ് സൈൻ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കറണ്ട് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി +1. ഓക്കെ. സോ ഈ കൺവെൻഷൻ വെച്ചുകൊണ്ട്, നമ്മുടെ സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് നമ്മുടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ നമുക്കൊരു നെറ്റ്വർക്കിന് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, ഇതൊരു സിമ്പിൾ നെറ്റ്വർക്കാണ്, ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗം ആണ്, ഒരു ലൂപ്പാണിത്. സോ ഈ ലൂപ്പിൽ നമുക്ക് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം. നമുക്ക് എ എന്നുള്ള പോയിന്റിൽ തുടങ്ങാം. സോ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ നോക്കി ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡയറക്ഷനായിട്ട് എടുക്കുന്നത്. കിർച്ചോഫ് വോൾട്ടേജ് ലോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നോക്കൂ, സോ ആദ്യം ഫസ്റ്റ് വൺ അല്ലേ, ഫസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നോക്കൂ, വോൾട്ടേജ് ഡ്രോപ്പ് ക്രോസ് R1 ആണ്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്, നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും വരുന്നത് അല്ലേ. സോ -I1 × R1 അഗെയിൻ സെക്കൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നോക്കൂ, ഇങ്ങനെ വന്ന് R2 ക്രോസിലാണ് വരുന്നത്. ഇവിടെ നോക്കൂ, കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്ന ഈ ഡയറക്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഇങ്ങനെ തന്നെയാണ്, സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. സോ -I2 × R2 അല്ലേ. അതുപോലെ തന്നെ നോക്കൂ, നെക്സ്റ്റ് വരുന്നത് ഒരു EMF ആണ് അല്ലേ, ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. സോ അത് വരുന്നത് നോക്കൂ, ഈ ഡയറക്ഷന് പോകുമ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പോകുന്നത് അല്ലേ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ EMF എന്ത് വരും നോക്കൂ, -E2 അല്ലേ, -E2. ഇവിടെ നമ്മളത് റെസിസ്റ്റൻസ് അല്ലേ, സം ഓഫ് IR കഴിഞ്ഞതിന് ശേഷം എഴുതിയെന്ന് മാത്രം. ദെൻ നോക്കൂ, നെക്സ്റ്റ് വരുന്നത് R3 ആണ്. R3യുടെ അക്രോസ് വരുന്ന കറണ്ട് കാണിച്ചിരിക്കുന്ന നോക്കൂ റൈറ്റിലേക്കാണ്, പക്ഷെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. സോ ഇവിടെ എങ്ങനെയായിരിക്കും വരിക നോക്കൂ, +I3 × R3 അല്ലേ, +I3 × R3 ആയിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നോക്കൂ, ഇവിടെ E1 ആണ് വരുന്നത്. E1
ഈ സെല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കൂ, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് പോകുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ +E1 ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് R4 ആണ്. R4 നോക്കൂ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മുകളിലേക്കാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ്. സോ അതുകൊണ്ട് രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് വീണ്ടും നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ദാറ്റ് ഈസ് -I4 into R4. So summation of all these will be equal to 0. Okay, or നമ്മൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ. I1 into R1 plus I2 R2 then minus I3 R3 plus I4 R4 is equal to E1 minus E2. Okay, so this is the Kirchhoff voltage law. സോ നമുക്ക് ഇത്തരത്തിലുള്ള കിർച്ചോഫ് കറണ്ട് ലോ ഉണ്ട്, വോൾട്ടേജ് ലോ ഉണ്ട്. സോ അത്തരത്തിലുള്ള ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും I1-ൻ്റെയും I2-ൻ്റെയും I3-യുടെയും ടേംസിലൊക്കെയുള്ള പല ഇക്വേഷൻസ് ആയിരിക്കും പല ലൂപ്പുകളിൽ നിന്നായിട്ട് കിട്ടുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് I1, I2, I3 ഇവ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാകും. സോ അതിനു വേണ്ടി നമ്മൾ ചില സിംപ്ലിഫിക്കേഷൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് വേണം I1, I2 എന്നിവ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. സോ അതിനു വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന വളരെ യൂസ്ഫുൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്രാമേഴ്സ് റൂൾ അല്ലേ. സോ ക്രാമേഴ്സ് റൂൾ നമ്മൾ ചെറിയ മാത്സിലും മറ്റു ഭാഗത്തൊക്കെ മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ ക്രാമേഴ്സ് റൂൾ വരുന്നത് നോക്കൂ. സോ ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് ആണുള്ളതെങ്കിൽ, രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ള രണ്ട് വേരിയബിൾ വരുന്ന ഒരു കേസ് ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വേണം അല്ലേ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. ഇനി 3 വേരിയബിൾസ് ഉള്ള ഒരു കേസ് ആണെങ്കിൽ 3 ഇക്വേഷൻസ് വേണം, എങ്കിലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇവിടെ നോക്കൂ, AX plus BX equal to E, CX plus DY is equal to F അല്ലേ. ഈ കേസിൽ നോക്കൂ, ഇവിടെ എക്സും വൈയും ആണ് നമ്മുടെ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. സോ എക്സും വൈയും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കൂ, ഇതിൻ്റെ ഡിറ്റർമിനൻസ് ഫോമുല എഴുതി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സോ എക്സ് എങ്ങനെ കിട്ടും നോക്കൂ, എക്സ് ഈക്വൽ ടു ദിസ് കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻറ്റ് താഴെ എഴുതുന്നു അല്ലേ. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോൾ ABCD ആണ് കോഎഫിഷ്യൻസ് വരുന്നത്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് ABCD അല്ലേ. അതേപോലെ ഈ കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻസിൽ എക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻസിലെ ഫസ്റ്റ് റോ, അതായത് എയും സി, ഫസ്റ്റ് കോളം അതായത് എയും സിയും റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റീസ് എഴുതുന്നു. മീൻസ് ഇയും എഫ് എഴുതുന്നു അല്ലേ. സോ മുകളിൽ നോക്കൂ, EF then BD അല്ലേ. സോ എക്സ് വിൽ ബി ദിസ് ഡിവൈഡഡ് ബൈ ദിസ് വൺ. സിമിലർലി വൈ വരുന്ന സമയത്ത് കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻറ്റിലെ സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യുന്നു അല്ലേ. സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്ത് ഇയും എഫും റീപ്ലേസ് ചെയ്യുന്നു. സോ ഇങ്ങനെ എഴുതും. സോ അതേപോലെ തന്നെ ഇതൊരു 3 വേരിയബിൾസ് വരുന്ന 3 ഇക്വേഷൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എങ്ങനെ എഴുതും നോക്കൂ. ഇവിടെ എക്സും വൈയും സെഡുമാണ് നമ്മളെ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. സോ എക്സ് വിൽ ബി DX by D അല്ലേ, വേർ D is the determinant of the coefficient matrix അല്ലെ. കോഎഫിഷ്യന്റ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ A1 A2 A3 B1 B2 B3 C1 C2 C3 അല്ലേ. ഇതിലെ ഫസ്റ്റ് കോളം റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് DX കിട്ടും അല്ലേ. DX എന്ന് പറയുമ്പോൾ D1 D2 D3 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു ഫസ്റ്റ് കോളം. അതേപോലെ DY എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോളം അല്ലെ. ഈ സെക്കൻഡ് കോളത്തിന് D1 D2 D3 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അതേപോലെ DZ ആകുമ്പോൾ നോക്കൂ, ഈ തേർഡ് കോളത്തിന് D1 D2 D3 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ അങ്ങനെ നമ്മൾ എന്ത് കണ്ടു, എക്സ് ഈക്വൽ ടു DX by D, Y is equal to DY by D and Z is equal to DZ by D. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ കൂടി നോക്കാം. സോ x minus y is equal to 4. x minus y is equal to 4 and 2x plus y is equal to 2. സോ ഇങ്ങനെയുള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് ക്രാമേഴ്സ് റൂൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് ഇതിനെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോഎഫിഷ്യന്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു, ദാറ്റ് ഇസ് D അല്ലേ. സോ കോഎഫിഷ്യന്റ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്ക് 1 2 -1
പ്ലസ് 1 അല്ലേ. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോക്കൂ, 1 into 1 മൈനസ് 1 into 2 അല്ലേ, മൈനസ് 1 into ദാറ്റ് ഈസ് 1 പ്ലസ് 2 എന്ന് വരും, ദാറ്റ് ഈസ് 3. സോ അതേപോലെ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് കോളത്തിന് അല്ലേ, ഫസ്റ്റ് കോളത്തിന് നമ്മൾ ഈ റൈറ്റിൽ വരുന്ന ക്വാണ്ടിറ്റീസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും, ദാറ്റ് ഈസ് 4 2 മൈനസ് 1 1. സോ 4 into 1 മൈനസ് 1 into 2 ദാറ്റ് ഈസ് 4 plus 2 എന്ന് വരും, ദാറ്റ് ഈസ് 6. Similarly, dy is equal to 1 2, this 1 2 and this 4 2, like 4 2. So this 1 into 2 minus 4 into 2, that is 2 minus 8, that is minus 6. So x equal to dx by d, that is 6 by 3, which is equal to 2, and y is equal to dy by d, that is minus 6 by 3, that is minus 2. So ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്രാമേഴ്സ് റൂള് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.